രാവിലെ 11 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണും. എസ് ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷീജ, എന്തൊക്കെ കാര്യങ്ങളിലായിരിക്കും മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടാവുക? മറ്റു വിവരങ്ങൾ കൂടി. ഏതായാലും രാവിലെ 11 മണിക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുന്നത്. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം നിലവിൽ ഇപ്പോൾ അറിയിപ്പ് വന്നിരിക്കുന്നത് 11 മണിക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. ഏതായാലും നിരവധി വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിലെല്ലാം ഒരു വ്യക്തത ഇന്നത്തെ ഈ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകുന്നതായിരിക്കും. പ്രത്യേകിച്ചും എ ഡി ജി പിക്കെതിരായിട്ടുള്ള അന്വേഷണം, എം ആർ അജിത് കുമാറിനെതിരായിട്ടുള്ള അന്വേഷണം, DGPയുടെ അന്വേഷണം അത് പൂർത്തിയാക്കി ഇന്ന് സർക്കാരിന് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ റിപ്പോർട്ട് കൂടി ലഭിച്ച ശേഷമുള്ള ഒരു വാർത്താ സമ്മേളനം എന്ന രീതിയിൽ തന്നെയായിരിക്കും ഇത് ക്രമീകരിച്ചിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ആ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഏത് രീതിയിലായിരിക്കും സർക്കാർ ഇനി തുടർ നടപടി സ്വീകരിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുന്നതായിരിക്കും. അതിനൊപ്പം തന്നെ തൃശൂർ പൂരം സംബന്ധിച്ചുള്ള റിപ്പോർട്ട് അത് സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്. അതിൽ ഏത് രീതിയിലുള്ള നടപടികളും സ്വീകരിച്ച് മുന്നോട്ട് പോകാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് എന്ന കാര്യവും മുഖ്യമന്ത്രി വിശദീകരിക്കുന്നതായിരിക്കും. അതിനൊപ്പം തന്നെ മന്ത്രിസഭാ യോഗമുണ്ട്. മന്ത്രിസഭാ യോഗത്തിന്റെ നിർണായക തീരുമാനങ്ങളും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുന്നതായിരിക്കും. അതിനൊപ്പം തന്നെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസത്തെ ഹിന്ദുവിൽ വന്ന മുഖ്യമന്ത്രിയുടെ അഭിമുഖവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഹിന്ദു ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ തീർച്ചയായും മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നതായിരിക്കും. അതിൽ കൃത്യമായ രീതിയിൽ മുഖ്യമന്ത്രി നേരത്തെ തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചതാണെങ്കിൽ പോലും അതിലും കൂടുതൽ വ്യക്തത മുഖ്യമന്ത്രി വരുത്തുന്നതായിരിക്കും. ഏതായാലും സമഗ്രമായി തന്നെ ഇപ്പോൾ ഈ സമീപകാലത്ത് ഉയർന്നു വന്നിട്ടുള്ള വിഷയങ്ങളിലുള്ള എല്ലാം തരത്തിലുള്ള പ്രതികരണങ്ങളും മുഖ്യമന്ത്രിയോട് മാധ്യമങ്ങൾ ആരായും എന്നുള്ളതിൽ സംശയമില്ല. അതിലെല്ലാം കൃത്യമായ രീതിയിൽ തന്നെ മുഖ്യമന്ത്രി മറുപടി നൽകും എന്നുള്ളത് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ തവണത്തെ വാർത്താ സമ്മേളനം നമുക്കറിയാം, 1 മണിക്കൂർ വാർത്താ സമ്മേളനം എന്നതിനപ്പുറം അദ്ദേഹത്തിന്റെ പതിവ് രീതി മാറ്റിവെച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകർ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകി. ഏകദേശം 1.5 മണിക്കൂറിലധികം നീളുന്ന ഒരു വാർത്താ സമ്മേളനമായിരുന്നു നമ്മൾ മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഇന്നും മുഖ്യമന്ത്രി കൃത്യമായ രീതിയിൽ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞു തന്നെയായിരിക്കും മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളെ ഇപ്പോൾ നിയമസഭാ സമ്മേളനം കൂടി ആരംഭിക്കാനിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും കൂടുതൽ വ്യക്തതയുണ്ടാവുക, ഏത് രീതിയിലാണ് സർക്കാർ ഓരോ വിഷയത്തെയും സമീപിക്കുന്നത്, അതിൽ ഏത് രീതിയിലുള്ള തുടർ നടപടിയാണ് സർക്കാർ ഉറപ്പാക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി ഇന്ന് വിശദീകരിക്കുന്നതായിരിക്കും. ആര്യ, ശരി. എന്തായാലും രാവിലെ 11 മണിയോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണും. നിലവിൽ ഉയരുന്ന നിരവധി വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണമുണ്ടാകും. എസ് ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.